മീറ്റ് മിസ്റ്റർ ആൻഡോ ജിമ്മി. നമ്മുടെ മറ്റേ ഡാവിൻ്റെ പോലത്തെ ഇൻട്രൊഡക്ഷൻ അത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് NHS ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ NHSൽ ഒരു അഡ്മിൻ ജോലി ചെയ്യുന്ന ആളാണ്. സോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് NHSൽ ഒരു അഡ്മിൻ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ച് ട്രിക്സ് ആൻഡ് ടിപ്സ് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചു. NHSൽ നിങ്ങൾക്കൊരു എൻട്രിയാണ് വേണമെന്നുണ്ടെങ്കിൽ, അത്ര മിടുക്കില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കിട്ടുന്ന ജോലിക്ക് കയറാം. അങ്ങനെ കിട്ടാൻ എളുപ്പമുള്ള ജോലികളാണ് ഡൊമസ്റ്റിക്, കാറ്ററിംഗ് തുടങ്ങിയ ബാൻഡ് 2 ജോലികൾ. അപ്ലിക്കേഷൻ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാക്സിമം ഇൻഫർമേഷൻസ് ഫില്ല് ചെയ്യണം. നല്ല സമയമെടുത്ത് അപ്ലിക്കേഷൻ ചെയ്യണം. എനിക്ക് ഇനീഷ്യലി ഭയങ്കര മടിയായിരുന്നു ഈ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനായിട്ട്. കാരണം കുറേ നേരം ഇരിക്കണം. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യും. അത് കാരണം കുറേ റിജക്ഷനൊക്കെ കിട്ടി. ഞാനൊരു ദിവസം തീരുമാനിച്ചു, ഓക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു അപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല സമയമെടുത്ത് ഇരുന്ന് അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു. ആ അപ്ലിക്കേഷനാണ് എനിക്ക് ആദ്യമായിട്ട് ഇൻ്റർവ്യൂ കോൾ കിട്ടിയത്. പിന്നെ ഏത് ജോലിയായാലും NHSൽ നമ്മുടെ റെഫറൻസ് എന്നുള്ള പരിപാടി വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, അവരെ കൊണ്ട് ജസ്റ്റ് മാനേജറുടെ അടുത്ത് ഒന്ന് പറയിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. പിന്നെ നമ്മുടെ അപ്ലിക്കേഷനിൽ നമുക്ക് എന്ത് സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിലും, എന്ത് ചെറിയൊരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ടെങ്കിലും അതൊക്കെ അതിൽ മെൻഷൻ ചെയ്യണം. ഇപ്പം ഞാൻ പണ്ട് നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കുറേ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മറ്റേ ഗൂഗിൾ ഡിജിറ്റൽ, ലിങ്ക്ഡിൻ്റെ കുറേ സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ഞാൻ പണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടാണ് കിട്ടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ആദ്യം ഞാനത് ആഡ് ചെയ്യാറില്ല. പക്ഷെ അതൊക്കെ ആഡ് ചെയ്ത് ഒരു ജോബിന് അപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് വിളി വന്നത്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഈ സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ സാധനം നല്ല വൃത്തിയായിട്ട് എഴുതാം. സപ്പോർട്ടിങ് ഇൻഫർമേഷൻ എല്ലാ റിക്രൂട്ടേഴ്സും വായിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ ജോബ് പോസ്റ്റിങ്ങിൻ്റെ അടിയിലും ഒരു കോൺടാക്ട് പേഴ്സൻ്റെ പേരും ഇമെയിൽ ID ഉണ്ടാവും. ആ ഇമെയിൽ IDക്ക് ചുമ്മാ ഒരു മെയിൽ അയക്കാം. നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. വേണമെന്നുണ്ടെങ്കിൽ അത് കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം, ഞങ്ങൾ ഈ ജോബിനെ പറ്റി കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചാന്ന് പറയാം. അത്രേ ഉള്ളൂ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ പേര് അവരുടെ ഒരു അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളൊരു ട്രിഗർ കൊടുക്കുകയാണ്. അപ്പോൾ അവർ അപ്ലിക്കേഷൻസ് ഗോ ത്രൂ ചെയ്യുമ്പോൾ നമ്മുടെ പേര് അവർക്ക് ഓർമ്മ വരും. ഓ ഇവനാണല്ലോ എന്ന് എനിക്ക് ഇമെയിൽ അയച്ചേ എന്നൊരു ഓർമ്മ വരും. പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ പൊതുവേ വളരെ നൈസാണ്. നമ്മൾ ചിലപ്പോൾ ഇമെയിൽ അയച്ചിട്ട് ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളടുത്ത് ഒരു ഇൻഫോർമൽ മീറ്റിങ്ങിന് വരെ അവർ റെഡിയാവും. ഇനി പറഞ്ഞ പോലെ ബാൻഡ് 2 കയറുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാൻഡ് 2 ജോലിയിൽ കയറിയിട്ട് അവരുടെ സൂപ്പർവൈസേഴ്സിനോടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർ യൂസ് ചെയ്യുന്ന സിസ്റ്റംസ്, സോഫ്റ്റ്വെയർസ്, അതിൻ്റെ പേരുകളൊക്കെ പഠിച്ച് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു അഡ്മിൻ ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ സോഫ്റ്റ്വെയർസിൻ്റെ പേരൊക്കെ അതിൽ മെൻഷൻ ചെയ്യാം. നമുക്കിതൊക്കെ ഫെമിലിയർ ആണെന്ന് പറയാം. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണ്ട. ഡൊമസ്റ്റിക് ആണെങ്കിലും കാറ്ററിംഗ് ആണെങ്കിലും നമ്മൾ അടുത്ത ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ NHS എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ നിങ്ങൾക്ക് NHS എക്സ്പീരിയൻസ് ഉണ്ടെന്ന് മെൻഷൻ ചെയ്യാം. ഈ പറഞ്ഞ സിസ്റ്റംസ് ഒക്കെ ഫെമിലിയർ ആണെന്ന് മെൻഷൻ ചെയ്യാം. അതപ്പോൾ നിങ്ങളുടെ അടുത്ത ജോലിക്ക് NHSൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കൻസിനേക്കാളും നിങ്ങൾക്കാണ് പ്രിഫറൻസ് കിട്ടുക. കാരണം നിങ്ങൾക്ക് ഓൾറെഡി NHS എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങൾക്ക് സിസ്റ്റംസ് ഒക്കെ ഫെമിലിയർ ആണ്. പിന്നൊക്കെ നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും.